grace, eminences, dear brothers and sisters in Christ. എത്രയും അഭിവന്ദനായ മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനി, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മറ്റ് തിരുമേനിമാരെ, എന്നെ ശ്രവിക്കുന്ന പ്രിയ സഹോദരീ സഹോദരന്മാരെ, I greet you in the name of our Lord Jesus Christ. Peace be with you. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹാഭിവാദനം ഞാൻ അറിയിക്കട്ടെ. ദൈവത്തിന്റെ സമാധാനം നിങ്ങൾ ഏവരോടും കൂടെ ഇരിക്കട്ടെ. The events which had taken place in New Delhi 2 years before were still very much present for everybody. 2 വർഷങ്ങൾക്ക് മുമ്പ് ന്യൂഡൽഹിയിൽ നടന്ന സമ്മേളനത്തിന്റെ അലേടികൾ ആ സമ്മേളനത്തിലും ശരിക്കും അനുഭവിക്കാൻ കഴിയുമായിരുന്നു. And the leaders of the Indian churches played a very prominent role. ഇന്ത്യയിൽ നിന്നുള്ള സഭാ നേതാക്കൾ ആ സമ്മേളനത്തിലും വളരെ നിർണായകമായിട്ടുള്ള നേതൃത്വം നൽകി. M.M. Thomas and Bishop Leslie Newbegin among them. ഡോക്ടർ M.M. തോമസ്, ബിഷപ്പ് ലെസ്ലി ന്യൂബിഗിൻ എന്നിവർ പ്രത്യേകം എടുത്തു പറയേണ്ട പേരുകളാണ്. In addressing the youth delegates, M.M. Thomas remembered the Tambaran Mission Conference in 1938, 25 years before. യുവപ്രതിനിധികളെ അഭിസംബോധന ചെയ്യുമ്പോൾ ഡോക്ടർ M.M. തോമസ് ഇങ്ങനെ പറയുകയുണ്ടായി. And he said to us youth delegates, ഞങ്ങൾ യുവപ്രതിനിധികളോട് ഇങ്ങനെ പറഞ്ഞു, if in 25 years from now you will not be attending a major ecumenical event, there will have been something wrong either with you or with your church. അടുത്ത 25 വർഷങ്ങൾക്കുള്ളിൽ നിങ്ങൾ പ്രതിനിധികൾ ഒരു പ്രധാനപ്പെട്ട എക്യുമെനിക്കൽ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സഭയ്ക്ക് കാര്യമായ കുഴപ്പമുണ്ടെന്ന് പറയേണ്ടി വരും എന്ന് അദ്ദേഹം ഓർപ്പിച്ചു. Well, I probably did many things wrongly throughout my life. ഒരുപക്ഷെ എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ പല തെറ്റുകളിൽ അകപ്പെട്ടിട്ടുള്ള ആളാകാം. But my church, the Evangelical Church of the Lutheran Confession in Brazil, gave me ample opportunities to engage myself in the ecumenical movement. എന്നാൽ എന്റെ സഭ, ലൂതറൻ പാരമ്പര്യത്തിലുള്ള ബ്രസീലിലെ ഇവാഞ്ചലിക്കൽ സഭ, ഒരു യുവാവെന്ന നിലയിൽ എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുന്നതിന് നിരവധി അവസരങ്ങൾ എനിക്ക് ഒരുക്കി തന്നുവെന്ന് ഞാൻ ഓർക്കുന്നു. As a result of that, I am here today, 50 years later. അതിന്റെ ഫലമായി ഇന്ന് 50 വർഷങ്ങൾ താണ്ടിയും ഞാൻ ഇപ്പോൾ എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. 50 years is twice 25 years, which M.M. Thomas had mentioned. ഡോക്ടർ M.M. തോമസ് പറഞ്ഞ 25 വർഷത്തിന്റെ ഇരട്ടിയാണല്ലോ ഈ 50 വർഷം എന്നോർക്ക്. I am with you at this extraordinary ecumenical gathering. വളരെ അനിതര സാധാരണമായ ഈ എക്യുമെനിക്കൽ സമ്മേളനത്തിൽ ഞാൻ നിങ്ങളുടെ ഭാഗമായി ഇപ്പോൾ നിൽക്കുന്നു. And privileged to be here as moderator of the Central Committee of the World Council of Churches, I greet you and address you on behalf of the 347 member churches of the WCC and their 560 million plus members, brothers and sisters in Christ around the world. അഖില ലോക സഭാ കൗൺസിലിന്റെ സെൻട്രൽ കമ്മിറ്റിയുടെ മോഡറേറ്റർ, അധ്യക്ഷൻ എന്ന നിലയിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാനിടയായത് ഞാൻ എൻ്റെ ഒരു വലിയ പദവിയായി കണക്കാക്കുന്നു. അതിൽ അംഗങ്ങളായിരിക്കുന്ന എല്ലാ സഭകളുടെയും, ആ ഓരോ സഭകളുടെയും അംഗങ്ങളായിരിക്കുന്ന 460 ദശലക്ഷത്തോളം ആളുകളുടെയും പേരിൽ നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. നന്ദി നേരുന്നു. This is also an important year for the WCC. ഈ വർഷം പ്രത്യേകമായി വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിനെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായ ഒരു വർഷമാണ്. End of October, beginning of November, we will be holding our 10th assembly in Busan, South Korea. ഈ വരുന്ന ഒക്ടോബർ അവസാനത്തിലും നവംബറിന്റെ ആദ്യ നാളുകളിലുമായി സൗത്ത് കൊറിയയിലെ ബുസാനിൽ വെച്ച് അഖിലലോക സഭാ കൗൺസിലിന്റെ 10ാമത് അസംബ്ലി നടക്കുകയാണ്. Thus we will be coming back to Asia. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഏഷ്യയുടെ ഒരു പ്രദേശത്തേക്ക് കടന്നു വരികയാണ്. The last assembly was in my home country and in the city in which I was born, Porto Alegre, Brazil, and several of you were there. കഴിഞ്ഞ സഭാ കൗൺസിലിന്റെ കഴിഞ്ഞ അസംബ്ലി നടന്നത് ബ്രസീലിൽ വെച്ചാണ്. ഞാൻ വളർന്ന പട്ടണത്തിൽ വെച്ചായിരുന്നു. ഇവിടെ ഇരിക്കുന്ന പലരും ആ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് ഞാൻ അനുസ്മരിക്കുന്നു.
I'm grateful to you, Your Grace, for having remembered that event and also the theme we had at that time. ആ സമയത്ത് അവിടെ നടന്ന യോഗത്തെയും അതിന്റെ പ്രധാന ചിന്താവിഷയത്തെയും അഭിമന്യ മെത്രാപ്പൊലീത്ത തിരുമേനി അനുസ്മരിച്ചതിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. I wish to express the gratitude of the WCC towards the Mar Thoma Church and also the other Indian churches which are members of the WCC. അഖില ലോക സഭ കൗൺസിലിന്റെ അംഗങ്ങളായിരിക്കുന്ന മാർ തോമസ് സഭയ്ക്കും ഇതര സഭകൾക്കും ഞാൻ എന്റെ ഹൃദയംഗമമായ നന്ദി ഈ സമയത്തിൽ അറിയിച്ചുകൊള്ളട്ടെ. You have been fruitful, faithful members and truly committed to the ecumenical dream. നിങ്ങൾ ദൈവത്തോട് വളരെയധികം വിശ്വസ്തരും എക്യുമെനിക്കൽ പ്രസ്ഥാനത്തോട് അങ്ങേയറ്റം നീതി പുലർത്തുന്നവരുമായിരുന്നു. And also have had consistent participation and very active participation in governing bodies of the WCC. WCCയുടെ വിവിധമായിട്ടുള്ള കമ്മിറ്റികളിലും അതിന്റെ ഭരണകാര്യങ്ങളിലും വളരെയധികം ശുഷ്കാന്തിയോടെ ഈ പ്രദേശങ്ങളിൽ നിന്നുള്ള സഭാംഗങ്ങൾ പങ്കെടുത്തുവെന്നും ഞാൻ അനുസ്മരിക്കുന്നു. Thanks for all of this. എല്ലാ കൈത്താങ്ങലിനും പ്രവർത്തനങ്ങൾക്കും നിങ്ങളേവരോടും നന്ദി അറിയിക്കുന്നു. The theme of the next assembly is God of life, lead us to justice and peace. അടുത്ത ജനറൽ അസംബ്ലിയുടെ ചിന്താവിഷയം എന്ന് പറയുന്നത് ജീവന്റെ ദൈവമേ ഞങ്ങളെ നീതിയിലേക്കും ശാന്തിയിലേക്കും വഴി നടത്തണമേ എന്നുള്ളതാണ്. Unity, witness and service are at the core of the WCC. ഐക്യത, സാക്ഷ്യം, സേവനം എന്നീ ലക്ഷ്യങ്ങളാണ് വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിന് അടിസ്ഥാനപരമായിട്ടുള്ളത്. But we bring our efforts towards unity, witness and service into a prayer calling upon the God of life. ഈ ഐക്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള സേവനത്തിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹമാണ് ഈ പ്രാർത്ഥനയിലൂടെ അസംബ്ലിയുടെ ചിന്താവിഷയമായി പ്രാർത്ഥനയിലൂടെ വെളിപ്പെടുത്തുന്നത്. Because everything good comes from God, the God of life. എല്ലാ നന്മകളും വരുന്നത് ദൈവത്തിൽ നിന്നാണല്ലോ, ജീവന്റെ ഉറവയായ ദൈവത്തിൽ നിന്ന്. These are commitments you have as well. ഈ ഒരു വലിയ പ്രതിബദ്ധത WCCക്ക് മാത്രമല്ല ഇവിടെ കൂടിയിരിക്കുന്ന നമുക്ക് ഏവർക്കുമുള്ളതാണ്. I am glad to be here. ഇവിടെ വരാൻ സാധിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു. And I wish that the Holy Spirit may bless richly this convention and the Indian churches. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ മഹായോഗത്തെയും ഭാരത സഭകളെയും ഏറെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. Thank you very much. എല്ലാവർക്കും